يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. കേരള സാംസ്കാരിക ചരിത്രത്തിൽ പേരും പ്രശസ്തിയും ആർജിച്ച മതസാമൂഹിക രംഗത്ത് ജ്വലിച്ചു നിന്ന അനവധി മഹത് വ്യക്തിത്വങ്ങൾക്ക് ജന്മം നൽകിയ തിരൂരിന്റെ ഇസ്ലാമിക വർത്തമാനങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിന്റെയും പാരമ്പര്യത്തിന്റെയും കഥ പറയാനുണ്ട്. ഈ ദേശത്തെ പേരെടുത്ത തറവാടുകളിലൊന്നായ കക്കാട്ടീരി കുടുംബത്തിലെ ഒരു കണ്ണിയായി ഹാജി കെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്നവർ ഹിജ്റ 1357 ഭൂജാതനായി. ജനിച്ച 16 മക്കളിൽ 11 പേരും തുടർച്ചയായി മരണമടഞ്ഞ കക്കാട്ടീരി മൊയ്തീൻ കുട്ടി മുസ്ലിയാർ താനാളൂരിലെ ബിയുട്ടി ഉമ്മ എന്ന ദമ്പതികൾക്ക് പിറന്ന അദ്ദേഹം ചെറുപ്പം മുതലേ പ്രഭാഷകനെന്ന നിലയിൽ കേളി കേട്ടിരുന്നു. സരളമായ ഭാഷയിൽ ജനഹൃദയങ്ങൾ കീഴടക്കിയ കരുത്തുറ്റ മഹാനവറുകളുടെ വേദിയിലേക്ക് ജനസാഗരം ഒഴുകിയെത്താറുണ്ടായിരുന്നു. വയല് പറയുകയാണെങ്കിൽ എല്ലാവരും വളരെ എവിടെ വയലുണ്ടെങ്കിലും ഞങ്ങളെല്ലാവരും എപ്പോഴും ആ വയല് കേൾക്കാൻ പോകും, നാട്ടുകാരും പോകും, ഞങ്ങളെല്ലാവരും പോകാറുണ്ടായിരുന്നു. അത്രയ്ക്കും നല്ലൊരു പ്രാസംഗികനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. നമുക്കെല്ലാവർക്കും അതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറെ പഠിച്ചവരുമാണ് നമ്മൾ. അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടുകാരോടും നാട്ടിനോടൊക്കെ വളരെ അടുത്തും നാട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യാനും എല്ലാത്തിനും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. പ്രാഥമിക ദറസ് പഠനം ജ്യേഷ്ഠന്മാരിൽ നിന്നായിരുന്നു. ശേഷം ചെറിയമുണ്ടം പറപ്പൂത്തടം പള്ളി ദർസിലും പിന്നീട് 11 വർഷം തുടർച്ചയായി തലക്കടത്തൂരിലുമായി വിദ്യ അഭ്യസിച്ചു. ഉപരിപഠനത്തിനായി ദയൂബന്ദിലെ ദാറുൽ ഉലൂമിലേക്കും യാത്ര തിരിച്ചു. ഒരു യുഗത്തിന്റെ തലവന്മാരെന്ന് വിശേഷിക്കപ്പെടാനാവുന്ന പൊന്മള മൊയ്തീൻ മുസ്ലിയാർ, അസ്ഹരി തങ്ങൾ, ഒ.കെ. സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ, അബ്ദുൽ അസീസ് മുസ്ലിയാർ, നെല്ലിക്കുത്ത് ബാപ്പുട്ടി മുസ്ലിയാർ എന്നിവരായിരുന്നു ഉസ്താദിന്റെ ഗുരുനാഥന്മാരും ഉപദേശകരും. ജ്യേഷ്ഠ സഹോദരൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർ അന്ന് കാലത്ത് ചമ്മലിൽ മുദരിസായിരുന്നു. ആ ബന്ധത്തിലൂടെ 1961 ചെമ്മലിൽ ദർസ് തുടങ്ങിയ മഹാനവറുകൾ 1976 വരെ അവിടെ ഖാളിയായി സേവനമനുഷ്ഠിച്ചു. 1962 കുറുവങ്ങോത്ത് മഹലിൽ നിന്ന് വിവാഹം കഴിക്കുക വഴി 1974 താമസം അങ്ങോട്ടേക്ക് മാറ്റി. 1970 മുതൽ തന്നെ കുറുവങ്ങോത്ത് പള്ളി, മദ്രസ, ദറസ് എന്നിവയുടെ പ്രസിഡന്റായ ഖാളിയാർ 2020 മരണം വരെ ആ നിലയിൽ കർമ്മനിരതനായി. സ്വന്തം നാട്ടിൽ ആദ്യം SYSന്റെ പ്രവർത്തകനായി തുടങ്ങിയ മഹാൻ പിന്നീട് കോഴിക്കോട് ജില്ലാ SYS സെക്രട്ടറിയായി 10 വർഷം നിലകൊണ്ടതിനു ശേഷം പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് ജില്ലാ ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ് ആയും സേവനം ചെയ്യാൻ ഉസ്താദിന് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കൊടുവള്ളി റിയാദുസ്വാലിഹീൻ ഇസ്ലാമിക് കോംപ്ലക്സ്, ജാമിയ യമാനിയ കുറ്റിക്കാട്ടൂർ തുടങ്ങിയ ചില സ്ഥാപനങ്ങളുടെ അമരത്തും ഖാളി ഉസ്താദ് നിറസാന്നിധ്യമായിരുന്നു. ദാറുൽ ഹുദ മാനേജിംഗ് കമ്മിറ്റിയിലെ മെമ്പറായിരിക്കെയാണ് പാറയിൽ പള്ളിയിൽ മുദരിസില്ലാത്തതിനാൽ അവിടെയൊരു മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. പിന്നീട് ദാറുൽ ഹുദയുടെ സഹസ്ഥാപനമായി മാറിയ മൻഹജുർ റഷാദ് ഇസ്ലാമിക് കോളേജ് ഇന്നും അനേകം പണ്ഡിതന്മാരെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നു. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ആരെയും നേരിടാനുള്ളൊരു ചങ്കൂറ്റം ഇരുമ കൊണ്ട് അതിലുള്ളൊരു മഹാവ്യക്തിയായിരുന്നു. ഹദീദ് ഗ്രന്ഥങ്ങൾ കലക്കി കുടിച്ച് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അത്രയും വലിയൊരു പണ്ഡിതനായിരുന്നു ഹദീദിന്റെ കാര്യത്തിൽ. ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഇവിടെ മാലിന്യത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളിലും എതിർ വിഭാഗക്കാർ സംശയങ്ങളും വാദപോരാഹങ്ങളൊക്കെ നടത്തിയപ്പോഴും അതിനൊക്കെ ഖണ്ഡിച്ചത് കിതാബുകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ്. പുത്തൻവാദക്കാർക്കെതിരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിക്കാനും ഉറച്ച നിലപാട് മുറുകെ പിടിക്കാനും കഴിഞ്ഞ നാടിന്റെ നായകനായിരുന്നു ഖാളി ഉസ്താദ്. ഇത്തരം ആശയക്കാരെ അടിച്ചമർത്താൻ അനേകം ആളുകൾ ഉസ്താദിനെ സമീപിക്കാറുണ്ട്. അടിച്ച് കത്തിച്ചാലാണ്. ഇവിടെ തന്നെ ഇവിടെ തിരൂരിനടുത്ത് അല്ലൂരെന്നറിയും.
ഒരു കോളേജിൽ ഈ സൂര്യനെ ആരാധിക്കുന്ന പ്രശ്നം ഉണ്ടായിട്ട് അന്ന് AP ഒക്കെ വന്ന ഉടനെ ഉത്തരാന്താണി എന്ന സ്ഥലത്ത് വലിയ മഹാസമ്മേളനം നടന്നു. മൂപ്പനോട് അടിപൊളി പ്രസംഗം നടത്തി. അപ്പോഴാണ് കന്യാസ്താൻ എടുത്തുകൊണ്ടുമ്പോൾ ഇപ്പിഞ്ചാക്ക് കൊണ്ടുവന്ന് അവിടുന്നാണ് പറഞ്ഞത്. അതിൽ അബ്ദുൽ ഖറാജാണ് അത് പ്രസംഗം ചെയ്തത്. പിന്നെ അവിടെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ ആണുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അല്ലൂർക്ക് പുറപ്പെട്ടു നടന്നാൾ കോളേജ് അടിച്ചു പൊളിക്കണം എന്ന് അബ്ദുൽ ഖറാജന്റെ അറിഞ്ഞു. അത്ര ധൈര്യമുള്ള ആളാണ്. വീട്ടിൽ ഉസ്താദ് സ്നേഹസമ്പന്നനായ പിതാവും കുടുംബനാഥനുമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉപ്പയെക്കുറിച്ച് ഓർക്കുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ പറയാനുള്ളത്, ഉപ്പക്ക് ഒരു ശീലം എന്ന് പറഞ്ഞാൽ പരിപാടികളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഇശാസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങുന്നൊരു ശീലമുണ്ട്. അതുപോലെ തന്നെ എഴുന്നേൽക്കുന്നത് വളരെ നേരത്തെ എഴുന്നേൽക്കും. ഒരു 3 മണിക്കൊക്കെ അധിക സമയങ്ങളിൽ എണീക്കുന്നതാണ്. 3 മണിക്ക് എണീറ്റതിന് ശേഷം തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഖുർആൻ പാരായണത്തിനായിട്ട് നിൽക്കും. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളും വീട്ടിലുള്ളവർക്ക് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉപ്പായുടെ ഖുർആൻ പാരായണം കേട്ടുകൊണ്ടാണ് എഴുന്നേൽക്കുക. അങ്ങനെ അത് കഴിഞ്ഞ് സുബ്ഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് സമയം ഖുർആൻ പാരായണത്തിനായിട്ട് ഇരിക്കുന്ന സ്വഭാവമുണ്ട്. അത് കഴിഞ്ഞിട്ട് ദിവസവും അസ്മാഉൽ ബദർ പാരായണം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇപ്പം റേഡിയോയിൽ വാർത്ത വന്നു കഴിഞ്ഞാൽ ആ വാർത്ത കേട്ടതിന് ശേഷമാണ് പിന്നെ ചായ കുടിക്കാനൊക്കെ വരുള്ളൂ. അങ്ങനെ ശീലമുണ്ട്. പിന്നെ കഴിഞ്ഞാൽ നേരെ കോളേജിലേക്ക് പോകും. കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളിലൊക്കെ വ്യാപൃതരാകും. ഒരു പക്ഷേ അവിടുത്തെ കുട്ടികളും ഉസ്താദുമാരും ഒക്കെ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇടവൈകി ജീവിച്ച ഈ അവസാന കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഉച്ച നേരത്തിന് ശേഷമാണ് പിന്നെ വീട്ടിലേക്ക് വരിക. അങ്ങനെയായിരുന്നു ഇപ്പം എൻ്റെ പതിവ് രീതികൾ. അറിവ് കൊണ്ടും മാർഗദർശനം കൊണ്ടും 4 പതിറ്റാണ്ടുകാലം സമുദായത്തെ നേരിന്റെ പാതയിലേക്ക് നയിച്ച ആ മഹാമനുഷി മുസ്ലിം കൈരളിയുടെ മനസ്സാന്തരങ്ങളിൽ നികത്താനാകാത്ത വിടവ് തീർത്ത് ഹിജ്റ വർഷം 1441 ദുൽഖഅദ് 18 വെള്ളിയാഴ്ച ദിവസം നാദനിലേക്ക് യാത്രയായി. അദ്ദേഹത്തിൻ്റെ ഉറച്ചൊരു മനസ്സ്, അതായത് ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവമാണ്. ആരെന്നെ എതിർത്താലും അതിലേക്ക് അദ്ദേഹം നല്ലതാണെന്ന് കണ്ട് അള്ളാഹുവിനെ തവക്കൽ ചെയ്തുകൊണ്ട് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് എനിക്ക് ആദ്യം മുതലേ അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. വാർദ്ധക്യത്തിന്റെ അവശതകൾക്കിടയിലും തളരാതെ മുന്നേറിയ അറിവിന്റെ അക്ഷയഖനി. കുറുവങ്ങോത്ത് മഹലിന്റെ നാടിമിടിപ്പുകൾ ഓരോന്നും തൊട്ടറിഞ്ഞ പണ്ഡിത നേതൃത്വമായിരുന്നു ഉസ്താദ്. ആ ആത്മീയ സാന്നിധ്യം ഇന്നും തണലൊരുക്കുന്നുണ്ട്. ദീപ്തമായ ആ പാരമ്പര്യം തീർത്തു തന്ന വിളക്കുമാടങ്ങൾ ഇന്ന് ഞങ്ങളുടെ അഭയസ്ഥാനം, ഞങ്ങളുടെ ബാനിൽ മൻഹജ്. عنها السطور